ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വംശഹത്യ. കഴിഞ്ഞ 24 ദിവസത്തിനിടയിൽ 9ാമത്തെ ഹിന്ദു വംശഹത്യയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ഇത്തവണ 27 വയസ്സുകാരനായ ഓട്ടോ ഡ്രൈവർ സമീർ ദാസിനെയാണ് ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയും സമീറിനെയും കാണാനില്ല എന്ന പരാതി വീട്ടുകാർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ഫെനി ജില്ലയിൽ നിന്നാണ് സമീറിനെ കാണാതായത്. ഇതിന് പിന്നാലെ ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകിയ പരിശോധനയിൽ ഇന്ന് ചിഗ്നൂർ ഗ്രാമത്തിലെ ഒരു തുറസായ വയലിൽ സമീർ ദാസിന്റെ മൃതശരീരങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ശരീരത്തിൽ നിരവധി കുത്തേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഇയാളെ ഇസ്ലാമിക ഭീകരവാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 24 ദിവസത്തിനിടയിൽ ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ അരങ്ങേറിയ വംശീയ ഹത്യയ്ക്ക് പിന്നാലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ കൊല്ലപ്പെടുന്ന 9ാമത്തെ ഹിന്ദു യുവാവാണ് സമീർ ദാസ്. ദീപ ചന്ദ്രദാസ് എന്ന് പറയുന്ന ആളിൽ തുടങ്ങി സമീർ ദാസിലേക്ക് എത്തിയിരിക്കുന്നു. 9 ഹിന്ദു യുവാക്കളുടെ വധം ഉണ്ടായിരിക്കുന്നു. ന്യൂനപക്ഷ വംശഹത്യ, പ്രത്യേകിച്ച് ഹിന്ദു ന്യൂനപക്ഷ വംശഹത്യ, ഇസ്ലാമിക ന്യൂനപക്ഷ വംശഹത്യ, ബുദ്ധ ന്യൂനപക്ഷ വംശഹത്യ അരങ്ങേറുകയാണ് ബംഗ്ലാദേശിൽ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഭയന്ന് ഒളിവിലേക്ക് പോവുകയാണ്. തെരുവുകളിൽ കണ്ടാൽ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരെ ആയുധത്തിനിരയാക്കുമെന്നുള്ള വലിയ ഭയപ്പാടിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ.